ഒരു മുസ്ലിമിന് ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമോ? മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എന്തിനാണ്? മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് എന്തിനാണ്? അവന് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ല, പരലോകത്തെക്കുറിച്ച് വിശ്വാസമില്ല, ഖബറിനെ കുറിച്ച് വിശ്വാസമില്ല. ഈ ലോകത്ത് ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്നവരെ വിശ്വാസമില്ല. പക്ഷേ ഇത് വിശ്വസിക്കുന്ന യഥാർത്ഥ മുസ്ലിം ഉണ്ടല്ലോ, അവന്റെ ജീവിതം വല്ലാത്തതാണ്, അവന്റെ പ്രവർത്തനങ്ങൾ വല്ലാത്തതാണ്. അവന്റെ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മനുഷ്യൻ ഇത്രയും മതപ്പതിച്ചു പോകുമോ എന്ന് തോന്നുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, മനുഷ്യൻ അതപ്പതിച്ച നാൽക്കാലികളെക്കാളും അതപ്പതിച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാ. 1400 വർഷങ്ങൾക്ക് മുമ്പ് പടച്ച റബ്ബ് പറയുകയാണ്, 2 കാലുള്ള മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അതപ്പതിച്ചു കഴിഞ്ഞാൽ ബൽഹും അളല്, അവൻ 4 കാലികളെക്കാളും തരം താഴ്ന്നു പോകുമോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മനുഷ്യൻ അതപ്പതിച്ചു പോയാൽ 4 കാലികളെക്കാളും തരം താഴ്ന്നു പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏതെങ്കിലും മൃഗം കൂട്ടമായി ബലാത്സംഗം ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും മൃഗങ്ങൾ മറ്റൊരു മൃഗത്തിനെ കൂട്ടമായിട്ടിട്ട് ബലാത്സംഗം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല, മൃഗങ്ങൾ പോലും ചെയ്യില്ല. ആര് ചെയ്യും? മനുഷ്യൻ ചെയ്യും. ഒരു പെണ്ണിനെ പ്രണയിച്ചിട്ട് അവൻ്റെ ആഗ്രഹം കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് പോലും പങ്കുവെച്ചു കൊടുക്കുന്ന കാലം, വളരെ നീചമായ രീതിയിൽ. ഇന്നത്തേക്ക് നമ്മളൊരു പത്രത്തിൻ്റെ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. 6 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചവന് കണ്ടുപിടിച്ചു കൊടുത്ത 10 ലക്ഷം രൂപയെന്ന് പറഞ്ഞിട്ട് വാർത്തയുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കുക, 6 വയസ്സുള്ള കുട്ടി, സുബ്ഹാനല്ലാഹ്, അതിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കേണ്ട പ്രായം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ക്രൂരമായ രീതിയിൽ കൂട്ടബലാത്സംഗം, ബസ്സിനകത്തിട്ട് ചെയ്യുന്നു, റോഡിലിട്ട് ചെയ്യുന്നു, അവിടെ ഇട്ട് ചെയ്യുന്നു, ഇവിടെ ഇട്ട് ചെയ്യുന്നു, പീഡനങ്ങൾ. മൃഗങ്ങൾ ചെയ്യുമോ? നിങ്ങളൊക്കെ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങളൊക്കെ കാപ്പിയുടെ നടുവില. അള്ളാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, മൃഗങ്ങൾ കൂട്ടബലാത്സംഗം ചെയ്യുമോ? പിന്നെ ആര് ചെയ്യും? മനുഷ്യന്മാർ ചെയ്യും. അതാ അള്ളാഹ് പറഞ്ഞ്, അതിനേക്കാളും അതപ്പതിച്ചു പോകും മനുഷ്യനെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ടത്, ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സമുദായം വ്യഭിചാരം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാണും ഒരു പെണ്ണും ഒരുമിച്ചിരിക്കരുത്. ഒരന്യ പുരുഷനും ഒരന്യ പെണ്ണും ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്ന് നബിഗിന റസൂലുള്ളാഹി. ഒരാണും പെണ്ണും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. പരിശുദ്ധമായ ദീനിന്റെ ആ ഒരു നിലപാട് നോക്ക്, എത്ര സൂക്ഷ്മതയാ. ഇസ്ലാമിനെ കുറിച്ച് ആര് പഠിക്കുന്നു? വേറെ ഏതെങ്കിലും ഒരു മതം എടുത്തിട്ട് നിങ്ങളൊരു നിയമം പറഞ്ഞതാ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അവിടെ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരന്യ പുരുഷനും ഒരു അന്യ പെണ്ണും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല എന്ന് നബിഗിന റസൂലുള്ളാഹി. എന്തേ കാരണം? എന്തേ ഇരുന്നാൽ എന്താ ഇപ്പൊ കുഴപ്പമെന്താ? അല്ലേ, ഇരുന്നാലിപ്പോൾ കുഴപ്പമെന്തേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു അന്യ പുരുഷനും ഒരു അന്യ പെണ്ണും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മൂന്നാമനായിട്ട് ഇബ്ലീസ് കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാന്റെ ഖുർആൻ എത്ര വ്യക്തമായി പറഞ്ഞു, വ്യഭിചരിക്കരുതെന്നല്ല. അള്ള പറഞ്ഞത് വ്യഭിചരിക്കരുതെന്നല്ല, വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശാ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, വലാ തഖറബുസ്സിന, നിങ്ങൾ അതിലേക്ക് അടുക്കുന്നത് പോലും ചെയ്യരുതെന്നാ പറഞ്ഞത്. അള്ളാഹു പറയുന്നു, നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, അതിലേക്ക് അടുക്കുന്നത് പോലും, ഒരിക്കലും നിങ്ങൾ ആ വ്യഭിചാരത്തിലേക്ക് ചെന്ന് അവസാനിക്കാൻ കാരണമാകുന്ന ആ ഒരു കാര്യം പോലും നിങ്ങൾ ചെയ്യല്ലേ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത്രയും വ്യക്തമായ രീതിയിൽ അള്ളാഹ് പറയുന്നു, വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശ. അതൊരു മോശമായ കാര്യമാ, ഒരു വൃത്തികെട്ട കാര്യമാ, നമുക്ക് ചേർന്നതല്ല, അതിലേക്ക് അടുക്കുക പോലും ചെയ്യല്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ ഇത്ര സൂക്ഷ്മതയായിട്ടാ.
അള്ളാഹുവിന്റെ ദീൻ അത്ര സൂക്ഷ്മതമായിട്ടാ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്ന. ഒരു മുസ്ലിമിന്റെ ജീവിതം അങ്ങനെയാകണം, അത്ര സൂക്ഷ്മതയോടുകൂടി വേണം ജീവിക്കാൻ. അതിനുള്ള തെറ്റിലേക്ക് പോകാനുള്ള വഴികൾ നീ തുറക്കരുത്. ഒരു പെണ്ണിന്റെ ശരീരത്ത് വ്യക്തമായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാൽ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാൽ അതിനേക്കാളും നല്ലതെന്തെന്നറിയുമോ? കാഷ്ടം തിന്നുകൊണ്ട് കാഷ്ടത്തിൽ കിടക്കുന്ന പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന്, മണ്ണ് കലർത്തിയ വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖിന്റെ പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുന്ന പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, ആ പന്നിയെ പോയി കെട്ടിപ്പിടിച്ച് കിടക്കലാണ് അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാളും നല്ലതെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, കാരണം എന്തെന്നറിയുമോ? ഒരു പന്നിയുടെ ശരീരത്ത് തൊട്ട് കഴിഞ്ഞാൽ 7 വെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞാൽ ശുദ്ധമാകുമല്ലോ. പക്ഷേ ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് തൊട്ട് വ്യഭിചരിച്ചു കഴിഞ്ഞാൽ മോനെ എവിടെ കൊണ്ടുപോയി കഴുകാനാടാ? വ്യഭിചാരമെന്ന് പറയുന്നത് റസൂലുള്ള വ്യക്തമായി പറയുന്നുണ്ട്. കണ്ണിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമിന്റെ ജീവിതം വല്ലാത്ത സങ്കടകരമാണ്. പടച്ചവനെ ലജ്ജിച്ച് തലതാഴ്ത്തി പോകുന്ന രീതിയിൽ ഈ ഉമ്മത്തിന്റെ ജീവിതം അങ്ങനെയാണ്. അത്ഭുതം തോന്നാറുണ്ട്. പടച്ചവനെ, മരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന, ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്ന, പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന, നരകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് പടച്ചവനെ ഇതുപോലെ പ്രവർത്തിക്കാൻ തോന്നുന്നത്? മോശമായ ജീവിതമല്ലേ? എങ്ങനെ ഒരു മുസ്ലിമിനെ കള്ളു കുടിക്കാൻ കഴിയും? എങ്ങനെ ഒരു മുസ്ലിമിനെ വ്യഭിചരിക്കാൻ കഴിയും? എങ്ങനെ ഒരു മുസ്ലിമിന് പലിശ കച്ചവടം നടത്താൻ കഴിയും? എങ്ങനെ ഒരു മുസ്ലിമിന് പിടിച്ചു പറിക്കാൻ കഴിയും? എങ്ങനെയാണ് ഒരു മുസ്ലിമിന് കൊലപാതകം ചെയ്യാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരു മുസ്ലിമിന് തീവ്രവാദിയാകാൻ കഴിയുന്നത്? ഒരു മുസ്ലിമിന് എങ്ങനെയാണ് മറ്റൊരുത്തനെ വേദനിപ്പിക്കാൻ കഴിയുന്നത്? ഒരിക്കലും അവന് കഴിയില്ല. കാരണം എന്തെന്നറിയുമോ? അവൻ വിശ്വസിക്കുന്നവനാണ് അല്ലാഹു എന്ന് പറയുന്ന ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ്. ആ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു ദിവസം പോയി നിൽക്കേണ്ടവനാണല്ലോ. ഈ ചിന്തയുള്ള ഒരു മുസ്ലിമിന് ഒരിക്കലും അല്ലാഹുവിനെ മറക്കാൻ, ഇസ്ലാമിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്താൻ, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കാൻ ഒരിക്കലും കഴിയില്ല. ഒരിക്കലും അങ്ങനെ കഴിയുകയില്ല. പക്ഷേ മനുഷ്യനവിടം അതപ്പതിച്ചു പോയപ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ ഇങ്ങനെ അല്ലാഹുവിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുമ്പോ തോന്നിവാസികളെ പോലെ, ധിക്കാരികളെ പോലെ ഈ ഭൂമിയുടെ മുകളിലൂടെ മതിമറന്ന് ആസ്വദിച്ച് സുഖിച്ച് അവനവന് തോന്നുന്നത് പോലെ ജീവിക്കുമ്പോ അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് മൊബൈൽ എടുത്ത് നോക്കിയാൽ, ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ, വാട്സപ്പ് എടുത്ത് നോക്കിയാൽ, യൂട്യൂബിന്റെ അകത്ത് കയറിപ്പോയാൽ ഈ ഉത്തമ സമുദായമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീനിനെ തരം താഴ്ത്തുന്ന രീതിയിൽ, നാണം കെടുത്തുന്ന രീതിയിൽ പ്രചരണങ്ങൾ നടക്കുകയാണ്, പ്രഭാഷണങ്ങൾ നടക്കുകയാണ്, ലൈവായിട്ട് ഈ സമുദായത്തെ മോശക്കാരാക്കുകയാണ്.
നമ്മളെ നിന്യരാക്കുകയാണ്, നിസാരന്മാരാക്കുകയാണ്, അവഹേളിക്കുകയാണ്. അതിന്റെ കാരണമെന്തെന്നറിയുമോ? അതിന്റെ കാരണമെന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തന്നെയാണ്. ഈ ദീനിനെ നാണം കെടുത്താൻ മുസ്ലിമിനൊരു വിലയില്ലല്ലോ, മുസ്ലിമിനൊരു വിലയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകന്റെ സ്വഹാബത്തിന് പടച്ചവനെ അമുസ്ലിമീങ്ങൾ പോലും അവിടെ നിന്ന് ആദരിച്ചിരുന്നല്ലോ, ബഹുമാനിച്ചിരുന്നല്ലോ. എന്തിനാണ് 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം പറയുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് സാക്ഷാൽ ഈ കേരളത്തില് ആദ്യമായിട്ട് അറബികൾ കടന്നു വന്നപ്പോ അവരെ സ്വീകരിച്ചിരുന്നതാരാ? അവർക്ക് താമസിക്കാനുള്ള സ്ഥലം കൊടുത്തതാരാ? അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തതാരാ? അറബികളെ ആദരിച്ചല്ലോ, അറബികളെ ബഹുമാനിച്ചല്ലോ. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷേ ആ നാട്ടിൽ ഇന്ന് മുസ്ലിമിന് ഇസ്സത്തുണ്ടോ? 1400 വർഷങ്ങൾക്ക് മുമ്പൊക്കെ കടന്നു പോകുന്നത് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലൊക്കെ ആദ്യമായിട്ട് ഗൾഫിൽ നിന്നൊക്കെ അറബികൾ വന്നപ്പോൾ അവരെ സ്വീകരിച്ചത് ആരാ? അബൂബക്കറ അല്ലെങ്കിൽ ഉമർ? ആരാപ്പ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് അവരെ ആദരിച്ചത്, അവരെ ബഹുമാനിച്ചു, അവർക്ക് ഭക്ഷണം കൊടുത്തു, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു. കൊടുങ്ങല്ലൂരല്ലേപ്പാ? ആരാ? നമ്പൂതിരിമാർ, അന്നത്തെ ആൾക്കാർ, ഹൈന്ദവ. അപ്പൊ അന്നൊക്കെ നമുക്ക് ഇസ്സത്ത് ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഒരു മുസ്ലിമിന്റെ വാക്കിന് വിലയുണ്ടായിരുന്നു. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? അവനെ വിശ്വസിക്കാം. അവൻ 5 നേരം നിസ്കരിച്ച് നിസ്കാര തഴമ്പുമിട്ട് അള്ളാഹുവിനെ പേടിച്ച് നടക്കുന്ന അവനെ വിശ്വസിക്കാമെന്ന് അമുസ്ലിമീങ്ങൾ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് പറയും ആരെ നമ്പിയാലും, ലൈവായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നമ്മുടെ നാടൻ ഭാഷയിൽ പറയാം, ആരെ നമ്പിയാലും എന്താ പറയില്ല, എന്താ ആരെ നമ്പനാലും മേത്തനെ നമ്പനാ, അങ്ങനെ അങ്ങനെ നേരത്തെ പറയും. ആരെ നമ്പിയാലും കാക്കായ നമ്പണ്ടാന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞ അങ്ങനായി നമ്മൾ. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും തരം താഴ്ന്നു പോയത്? ഊച്ചാളികൾ പോലും നമ്മളെ പറയുന്നില്ലേ? ഒന്നുമില്ലാത്തവൻ പോലും എന്തൊക്കെ പറയും നമ്മളെ. നമുക്കൊക്കെ ചില പ്രഭാഷണങ്ങളും ചില നോട്ട്സുകളും കാണുമ്പോൾ സങ്കടം തോന്നും. അല്ലാ, ഇതെന്താ അല്ലാ ഈ പറയണേ? ദീനിന് ഇത്രയും നിന്യരായി തൊപ്പിയും ചുബ്ബയിട്ട് പോകുന്നവനൊരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുക. അല്ലാ, അവളൊക്കെ കയറി കഴിഞ്ഞാൽ 4 പേരിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കയറി പോകുമ്പോൾ നോക്കുക, അവർ നോട്ടത്തിൽ പോലും വല്ലാത്ത ഒരു പന്തികേട് തോന്നുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും തരം താഴ്ന്നു പോയത്? അതിന്റെ കാരണത്തെക്കുറിച്ച് ആരും ചിന്തിക്കണില്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ അധപ്പതിച്ചു പോകാനുള്ള കാരണമെന്താ? ഇത്രയും തരം താഴ്ന്നു പോകാൻ, ഈ മുസ്ലിം ഉമ്മത്ത് ഇത്രയും നിന്യരായി പോകാനുള്ള കാരണമെന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനായി പോയത്? അല്ലാഹുവിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണമെന്താ? 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയി. ഒടിഞ്ഞ വാള്, ഒട്ടിയ വയറ്, ഒരു നല്ല ആയുധം പോലുമില്ലാതെ 313 സ്വഹാബത്ത് 1000ഓളം വരുന്ന ശത്രുവിന്റെ നടുവിലേക്ക് കടന്നു പോയിട്ട് എങ്ങനെയാ വിജയിച്ചതെന്നറിയുമോ? അല്ലാഹുവേ, ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലാഹുവിന്റെ സൈന്യമുണ്ടല്ലോ പടച്ചവനെ, അവിടെ നിന്ന് ചരിത്രം പറയുന്നുണ്ട്. അവരിങ്ങനെ ഇറങ്ങി വരുന്നത് കാണുകയാണ്. സഹാബികൾ പറയുന്നു, ഞങ്ങൾ വാളെടുത്തു വീശുന്നതിന് മുമ്പേ ശത്രു പിടഞ്ഞു വീഴുകയാ. അല്ലാഹുവേ, ഇബ്ലീസ് പേടിച്ചോടിയ ചരിത്രം അറിയുന്നവരല്ലേ? അല്ലാഹുവിന്റെ സഹായം ഇറങ്ങിയ ഒരു സമുദായം ഇന്ന് വല്ലാത്ത പ്രയാസത്തിലാണ്, ഇന്ന് വല്ലാത്ത നിന്ദതയിലാണ്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? നമ്മൾ അല്ലാഹുവിനെ മറന്നതുകൊണ്ടാ. അല്ലാഹുവിന്റെ നിയമങ്ങളെ മറന്നതിന്റെ പേരിലാ, അല്ലാഹുവിന്റെ ഇസ്ലാമിന്റെ നിയമങ്ങളെ ഞാനും നിങ്ങളും നിന്ദിച്ചു തുടങ്ങിയപ്പോ ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ
വിജയത്തിലേക്ക് വായെന്ന് പറഞ്ഞു പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിക്കുമ്പോ പള്ളിക്കകത്തിരുന്നിട്ട് കയറുന്നില്ലല്ലോ, കമ്മിറ്റി ഓഫീസിനകത്തിരുന്ന് കയറുന്നില്ല, പള്ളിയുടെ മുന്നിലിരുന്നിട്ട് കയറുന്നില്ല. പുറകിൽ കിടക്കുന്നവന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നത് കണ്ടാൽ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിച്ചിട്ട് ഉത്തരം നൽകാതെ ആ വിളി കേൾക്കാത്തവനെ പോലെ അതിനെ ഞാനും നിങ്ങളും നിന്ദിക്കാൻ തയ്യാറായി നിസ്കരിക്കാൻ കയറുന്നില്ല. എടാ പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കടാ. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നല്ലോ, നേരത്തെ പള്ളിയിലേക്ക് പോകൂ. ജുമാ നമസ്കരിക്കാൻ ആദ്യമായിട്ട് പള്ളിയിലേക്ക് കടന്നു പോകുന്നവന് ഒട്ടകത്ത് അറുത്തു കൊടുത്തതിന്റെ പ്രതിഫലം, ഒരു മുട്ട വാങ്ങിക്കൊടുത്തതിന്റെ പ്രതിഫലമെങ്കിലും നമ്മളിൽ പലർക്കും കിട്ടാറുണ്ടോ? അല്ലാഹ് പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി വിളിച്ച് ആദ്യം പോകുന്നവന് ഒട്ടകത്ത് അറുത്തു കൊടുത്ത പ്രതിഫലം നമുക്ക് മുട്ടയുടെ പ്രതിഫലെങ്കിലും കിട്ടിയോ? പറ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് വെള്ളിയാഴ്ച! പണ്ട് അത്താടെ കയ്യും പിടിച്ചിട്ട് 11 മണിക്ക് പള്ളിയിൽ പോയവനെ നമ്മളൊക്കെ ആലോചിക്കുക. ഞാനൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ 10:45 പള്ളിയിൽ പോകും, പിടിച്ചുകൊണ്ട് ഒന്നാമത്തെ സഫീരുത്ത്. അന്ന് പ്രാവി അടുത്തിരുന്നിട്ടുണ്ട് ഒതുവെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം 12:45 ഞാൻ കയറാറില്ല. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് ചിന്തിച്ച് വയ്ക്കുക, നമ്മളൊക്കെ ഇന്ന് എപ്പോഴാണ് പള്ളി വരിക? ഇവിടെ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. നിസ്കരിക്കൂ? നിന്നിക്കലല്ലേ? അല്ലാഹു തആല നിന്നിക്കൽ. പരിശുദ്ധമായ ഖുർആൻ ഇരിക്കുന്നുണ്ട്, എത്ര പേരാ തുറക്കുക? ഖുർആൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ വതിൽകൽ അംസാൽ. ഖുർആൻ പറയുക, അല്ലാഹ് പറയുകയാ, ഈ ഖുർആൻ എങ്ങാണ് ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നെങ്കിൽ ആ പർവ്വതം പേടിച്ചിട്ട് പൊടിഞ്ഞു പോകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ എടുത്തൊരു പർവ്വതത്തിന്റെ മുകളിൽ അല്ലാഹ് ഇറക്കിയെങ്കിൽ ഈ ഖുർആനിനോടുള്ള ബഹുമാനം കാരണം പേടിച്ചിട്ട് ആ പർവ്വതം പോലും ധൂളികളായി പോകും. ഖുർആൻ പറയാ, നമ്മളോ കഷ്ടത്ത് വെച്ചോണ്ട് നടക്കണ ഖുർആൻ. നമ്മള് പടച്ചോനെ ഓരോ വീട്ടിൽ ചെന്ന് ഓരോ വീടുകളിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ പല വീടുകളിലും പിരിവിനൊക്കെ പോകുമ്പോഴേ പടച്ചോനെ നിസ്കരിക്കാനൊക്കെ കയറുമ്പോൾ ചെലന്തി വലിയ അടച്ചിട്ടായിരിക്കണേ. ഒന്ന് ആലോചിക്കുക. ഖുർആൻ ഇരിക്കണ ഖുർആൻ എത്ര പേര് തൊടാറുണ്ട്? പള്ളിക്കകത്ത് അടുക്കി വെച്ചിരിക്കുക. മുസമ്മിലെ വല്ലപ്പോഴും എടുത്തിട്ട് ഒന്ന് തട്ടിക്കൊടുക്കണം കേട്ടാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെലന്തി വല്ലതും കൂട് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയൊക്കെ ഇറങ്ങിപ്പോന്ന് കാണാൻ അതിനകത്തുനിന്ന്. പള്ളിക്കകത്തിരിക്കുന്ന ഖുർആൻ തന്നെ എന്നാ എടുക്കണമെന്നറിയോ? 27-ാം രാവിലെ തന്നെ അന്നെല്ലാവരും കൂടുമ്പോൾ എടുക്കാറുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാനെ ഓർത്തിട്ട് ഒരു അലമാരി മേടിച്ചു വെക്കണം കേട്ടാ. അത്യാവശ്യമാണ്. കാരണം അതിൻ്റെ അവസ്ഥ പലരും അതിൻ്റെ മുകളിലാണ്, സത്യമായിട്ട് അറിയത്തില്ല. ഹദ്ദാദ് റാത്തീബ് ഓതൂല്ലേ? ഹദ്ദാദിൻ്റെ കിതാബിൻ്റെ അകത്ത് 1-ാമത്തെ ആയത്തേതാ? എടാ, ഹദ്ദാദ് കിതാബ് ഇരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹദ്ദാദ് കിതാബിൽ 1 ഫാത്തിഹ, 2 സൂറത്തുൽ ബക്കറ ഇല്ലേ? 4 ആയത്താണെങ്കിലും ബക്കറ, ആയത്തുൽ കുർസി, ആമന റസൂൽ ഇല്ലേ? സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്ക്, നാസ് തറയിലായിട്ടിട്ട് ഓതുന്നേ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത്ര ദിക്റുകൾ പറയുന്നത് തറയിലിട്ടേക്ക്, ആർക്കും വേണ്ട. തറയിലൊക്കെ ഇട്ടിട്ട് ചിലർ പടച്ചവനാൽ നമ്മളിതാ അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനെ നമ്മൾ ആദരിക്കുന്നില്ല. പിന്നെ എങ്ങനെ നാട്ടുകാർ നമ്മുടെ നെഞ്ചത്ത് കയറാതിരിക്കും? എൻ്റെ പ്രിയപ്പെട്ടവരെ, കള്ളു കുടിക്കരുത്. മുസ്ലിമേ, നീ കള്ള് കുടിക്കാൻ പാടില്ല. അല്ലാഹ് പറഞ്ഞതാ, ഞാൻ കുടിക്കുന്നു, മുസ്ലിം കുടിക്കുന്നു. പിന്നെ എങ്ങനെ നമുക്ക് ഇസ്സത്തുണ്ടാകും? എടാ, പലിശ കച്ചവടം നടത്തട്ടടാ, അവൻ വിവരമില്ലാത്തവൻ. നീ മുസ്ലിമാടാ. പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും സാക്ഷി പോലും നിൽക്കരുതെന്നല്ലേ നിന്റെ ദീൻ പഠിപ്പിച്ച് അല്ലേ? എഴുതാൻ പാടുണ്ടോ? സാക്ഷി നിൽക്കാൻ പാടുണ്ടോ? ഒന്നും പാടില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പലിശ കൊടുക്കുന്നത്, വാങ്ങുന്നത്, എഴുതുന്നത്, സാക്ഷി നിൽക്കുന്നത് എല്ലാം പാവമെന്നാണ് പഠിപ്പിച്ച്. പിന്നെ 10% കിട്ടുമെങ്കിൽ എന്തിനും നമ്മൾ തയ്യാർ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം നമ്മൾ നാണം കെടൂല്ലേ? അപ്പം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മൾ നാണം കെടാനുള്ള കാരണം നമ്മൾ തന്നെയാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ പ്രവാചകന്റെ സുന്നത്തുകൾ, അതൊക്കെ നമ്മളിങ്ങനെ കാറ്റി. എന്തിനാ പടച്ചോരിപ്പം നിസ്കരിക്കുമ്പോൾ തൊപ്പി വേണോ? പറ, വേണോ? എന്തിനാ തൊപ്പിയൊക്കെ? എന്തിനാ?
അല്ല പാൻറ്റും ജീൻസൊക്കെ ഇട്ട് നിസ്കരിച്ചാൽ പോരെ, എന്തിനാ തൊപ്പി വെക്കണമെന്ന് നിർബന്ധമുണ്ടോ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉണ്ടോപ്പാ? നിങ്ങളെന്താ എൻ്റെ മുഖത്ത് നോക്കണേ? തൊപ്പിയുണ്ടോ? നമ്മൾ താടി വളർത്തണോ? ക്ലീൻ ഷേവ്. പായിപ്പാട് പള്ളിയിൽ ഇമാമ ക്ലീൻ ഷേവ്, ജീൻസിൻ്റെ പാൻറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ നിസ്കരിച്ചെന്ന് അരച്ചിക്ക് അവിടെ കയറി എന്നിട്ട് അരച്ചിക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളയുക. താടിയൊക്കെ വളർത്താൻ പറഞ്ഞ ക്ലീൻ ഷേവ്. അല്ലാഹു കാക്കട്ടെ. കളിയാക്കിയതല്ല, ചിന്തിക്ക്. ജമാഅത്തിൻ്റെ പ്രസിഡന്റാ, നിങ്ങളെ തങ്ങളായിട്ടാണ് പലരും കാണുന്നത്. താടി വളർത്തിക്കൊള്ളണം ഇൻഷാ അല്ലാഹ്. ഷാജിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിക്കണത് പ്രശ്നം ഇവിടുത്തെ മുത്തവില്ല എന്നാണ് വിചാരിക്കണത്. താടി വളർത്തണം. അൻസാരി എണ്ണം പിന്നെ കുഴപ്പമില്ല. എൻ്റെ നാസറിൻ്റെ മൊബൈൽ തുടങ്ങി. ആ പാട്ട് ഇതുവരെ മാറ്റിയിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. നെയിൽ നദി തൻ ഓള, അതല്ലേ പാട്ട്? പണ്ട് പോത്തിനെ വാങ്ങാൻ പോകുമ്പോൾ ഈ പാട്ടാ കേട്ട് മടുത്ത്. നെയിൽ നദി തൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ നെയിലൊതുക്കിയ പാട്ടാ. അങ്ങനെ നമ്മൾ ചിരിക്കണ്ട. ഇന്ന് ജുമായ്ക്ക് ആരുടെ ഒരു മൊബൈൽ അടിച്ചു പറച്ചവനെ എന്തോ ആയിരുന്നു റബ്ബ് എന്നരച്ച്. അൽഹംദുലില്ലാഹ്, പാവപ്പെട്ടവനാ. നമുക്ക് വലിയ ഇഷ്ടം. നമ്മളൊക്കെ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹു സ്വർഗത്തിലെ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മക്കളെയൊക്കെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇറച്ചിക്കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പോത്തിനെ ഇറക്കുമ്പോൾ ഇത്തിരി നമുക്ക് തരണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്തിക്കുമാറാകട്ടെ. എവിടെയോ കൊണ്ട് കുറച്ച് പൈസ കൊണ്ടിട്ടിട്ട് തിരിച്ചു കിട്ടണില്ല, സങ്കടത്തില്ല. അള്ളാഹു അത് തിരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കണില്ല. നമ്മൾ തോന്നിവാസം പോലെ അള്ളാനെ കളിയാക്കുന്ന പോലെയല്ലേ ഇതൊക്കെ. ഈ നിയമങ്ങളൊക്കെ ഞാനും നിങ്ങളും അനുസരിക്കാതെ വരുമ്പോൾ അള്ളാനെ നമ്മൾ നിന്ദിക്കുന്നു. അപ്പം നാട്ടുകാർ നമ്മളെ നിന്നും. അതുകൊണ്ടാണ് ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോയത്. നാണം കെട്ടുപോകാനുള്ള കാരണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വല്ലാതെ മനസ്സിലാക്കണം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവിനോട് സഹായം തേടാറുണ്ടായിരുന്നു. അദ്ദേഹമാകട്ടെ വൻ സൈന്യമുള്ളവനുമായിരുന്നു. ചരിത്രം പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു യുദ്ധങ്ങൾക്കൊക്കെ പോകുമ്പോൾ ശത്രുക്കളെക്കാളും കൂടുതലുണ്ടെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവനെ നീ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. എന്തുകൊണ്ട്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, വലിയ സൈന്യമുള്ളതിലൊന്നുമല്ല കാര്യം, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകണമെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇത്രയും നിന്നിനും നിസ്സാരനുമായി പോകാൻ, വളരെ തരം താഴ്ന്നു പോകാനുള്ള കാരണം നമ്മൾ തന്നെയാണ്. പർദ്ദയിട്ടുകൊണ്ട്, തലമറച്ചുകൊണ്ട്, ജുബ്ബ ധരിച്ചുകൊണ്ട്, മുസ്ലിമാണെന്ന് പറഞ്ഞ് താടി വളർത്തിയിട്ട് തൊപ്പിയും താടിയും. ഇത്രയും വരെ ഞാൻ കണ്ടോ 5 or 6 തീവ്രവാദിയെ പിടിച്ചു. ഒരു പത്രം എടുത്തു നോക്കിയപ്പോൾ ആദ്യം അവസാനമായിരുന്നു. ഒരു തൊപ്പിയിട്ടൊരുത്തനുണ്ടായിരുന്നു, ഓൻ അവസാനമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ പത്രം നോക്കിയപ്പോൾ 1ാമത് തൊപ്പിയിട്ടവൻ. നരച്ചിക്ക് അല്ല എന്ന് പറയണ്ട. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കും ഓരോ വിഷയങ്ങളിലും അങ്ങനെ. അപ്പം നമ്മൾ ചിന്തിക്കണം, മുസ്ലിം ഉമ്മത്തിനെ, ഈ സമുദായത്തിനെ എല്ലാവരും നമ്മളിങ്ങനെ മോശക്കാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം നമ്മൾ തന്നെ. നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നു, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പിൻപറ്റുന്നില്ല, അനുസരിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നില്ല. ഇതിനെയൊക്കെ നമ്മൾ നിസ്സാരവൽക്കരിച്ചപ്പോൾ അള്ളാഹു നമ്മളെ നാണം കെടുത്താൻ തീരുമാനിച്ചു. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമുദായത്തിന് ബാധിച്ചിരിക്കുന്ന ഈ നിന്ദിതയിൽ നിന്ന് കരകയറാനുള്ള ഏക വഴി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് തിരിച്ചു പോകുക. ഇതല്ലാതെ വേറെ വഴിയില്ല. ഈ നിന്ദിതയും ഈ അവഹേളനവും ഈ തരം താഴ്ത്തലും ഈ ഒറ്റപ്പെടുത്തലും ഇതെല്ലാം മാറണമെങ്കിൽ ഏക വഴി അള്ളാഹുവിൻ്റെ ദീനിലേക്കും മുറുകെ പിടിച്ചുകൊണ്ട് ആ ദീനിലേക്ക് തന്നെ മടങ്ങുക, അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുക. അതല്ലാതെ ഒരു വഴി നമുക്കില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തബായഅതും ബിൽഗിനതി വഅഖതും അദ്നബൽ ബഖറ വറളീതു ബിസ്സർഈ
ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ മോശക്കാരാകാനുള്ള കാരണം പലിശ കച്ചവടം നടത്തുകയും കന്നുകാലികളെ വാൽ പിടിക്കുകയും ദുനിയാവിന്റെ ചിന്തയിൽ മാത്രം കടിഞ്ഞുകൂടുകയും ഇങ്ങനെയുള്ള മോശമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ നിങ്ങളെ നിന്ദ്യത തേടി വരികയാണ്, നിങ്ങളെ നിസാരത തേടി വരികയാണ്. അതുകൊണ്ട് അതിൽ നിന്നൊരു മാറ്റം വേണോ? ഈ ദില്ലത്തിൽ നിന്നൊരു മാറ്റം വേണോ? അല്ലാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾ മടങ്ങലല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദീനിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടണ്ട. എന്തിനാണ് ദീന് തകർന്നു പോകുമെന്ന് നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ഞാനും നിങ്ങളും പേടിക്കണ്ട. പടച്ചവനെ, ഇവരെല്ലാവരും നമ്മൾക്കെതിരായാലും അല്ലാഹുവിന്റെ ദീനിനെ തകർക്കാൻ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് ദീനിനെതിരെ തിരിഞ്ഞാലും നമ്മളാരും പേടിക്കണ്ട. അല്ലാഹുവിന്റെ ദീനിനെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. സർവ്വതിനെയും അസ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ ദീനി പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നത്. ഒരിക്കലും അത് തകരില്ല. ആരൊക്കെ പരിശ്രമിച്ചാലും അല്ലാഹു വളർത്തണമെന്ന് വിചാരിച്ചാൽ ഈ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കൊടിക്കീഴിലേക്ക് കൊണ്ടുവരണമെന്ന് പടച്ച റബ്ബ് തീരുമാനിച്ച ആരൊക്കെ വിചാരിച്ചാലും പറ്റുകയില്ല. ആരൊക്കെ തകർക്കാൻ നോക്കിയാലും ഒരിക്കലും അതിന് കഴിയുകയില്ല. കാരണം അല്ലാഹുവിന്റെ പ്രകാശമാണ്, ഇത് അല്ലാഹുവിന്റെ നൂറാ. ഈ നൂറിനെ കെടുത്താൻ എത്ര പരിശ്രമിച്ചാലും കഴിയില്ലല്ലോ. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഒരുപാട് പേര് പരാജയപ്പെട്ടു പോയതാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ ദീനിനെ തകർക്കാൻ നമ്രൂദ് ഉണ്ടായിരുന്നല്ലോ, ഫിറഔൻ ഉണ്ടായിരുന്നല്ലോ, അബൂജഹൽ ഉണ്ടായിരുന്നല്ലോ, ഉത്ബത്ത് ഉണ്ടായിരുന്നല്ലോ, ശൈബത്ത് ഉണ്ടായിരുന്നല്ലോ, ഹാമാൻ ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് കൊലകൊമ്പന്മാർ അല്ലാഹുവിന്റെ ദീനിനെ കെടുത്തി കളയാർ, ഈ ദീനിനെ തകർത്ത് കളയാൻ പരിശ്രമിച്ചിട്ടും അവര് പരാജയപ്പെട്ടല്ലോ. എന്റെ മുസ്ലിമേ, അല്ലാഹുവിന്റെ ദീനിനെ വളർത്തണമെന്ന് പടച്ച റബ്ബ് തീരുമാനിച്ചാൽ വളർത്തി കാണിക്കും സഹോദരാ. അതിന് വേറെയൊന്നും പോകണ്ടല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. വളർത്തണമെന്ന് കാണിച്ചാൽ അല്ലാഹു ഈ ദീനിനെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തണമെന്ന് വിചാരിച്ച എങ്ങനെയാണ് നിലനിർത്തിയതിനൊരു സാമ്പിൾ അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് നോക്ക്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ സാക്ഷാൽ ഫിറഔൻ ഉണ്ടല്ലോ. ഫിറഔൻ അവിടെ നിന്നൊരു സ്വപ്നം കാണുകയാണ്. പടച്ചവനെ, അതാ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിച്ചപ്പോ ഫിറഔനിന്റെ നിലനിൽപ്പിന് തന്നെ ചോദ്യചിഹ്നമാകുന്ന രീതിയിൽ ഒരാൺകുഞ്ഞ് കടന്നു വരുന്നു എന്ന് അവിടുത്തെ പടച്ചവനെ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നവർ പറഞ്ഞു കൊടുത്തപ്പോ അതാ ഫിറഔന് തന്റെ കിങ്കരന്മാരോട് ഓർഡർ ഇടുകയാണ്. ഇനി ബനൂ ഇസ്രായേലുണ്ടല്ലോ, മുസ്ലിമീങ്ങളിൽ ആരെങ്കിലും ഒരു പെണ്ണ് ആൺകുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ നിങ്ങൾ കൊന്നുകളയണം. മുസ്ലിമീങ്ങളെ പ്രസവിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളയണം. അവൻ നമ്മുടെ മതത്തിനെതിരാണ്, അവൻ ഫിറഔനെതിരെ വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബനൂ ഇസ്രായേൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളയുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ ഫിറഔനിന്റെ കിങ്കരന്മാര് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകന് മഹാനായ കലീമുല്ലാഹി
പടച്ചവനെ അവിടുന്ന് ജനിക്കുന്നത്, അവിടുന്ന് ജനിക്കുകയാണ്. അതാ മൂസാ നബിയെ കൊല്ലുന്നതിന് വേണ്ടി മൂസാ നബിയുടെ വീട്ടിലേക്ക്, മൂസാ നബിയുടെ ഉമ്മയുടെ മുന്നിലേക്ക് അതാ ഫിറഔനിന്റെ കിങ്കരന്മാരെ കടന്നു വന്നപ്പോ അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാ, ഒരു പെട്ടിക്കകത്താക്കിയിട്ട് തന്റെ പൊന്നാര മകനെ നൈൽ എന്ന് പറയുന്ന നദിയിലൊഴുക്കുവാൻ, നൈൽ നദിയിലൊഴുക്കുവാൻ പടച്ചവനെ അല്ലാഹു പറഞ്ഞപ്പോ അവിടുന്ന് തന്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് നൈൽ നദിക്കകത്തേക്ക് ഒഴുക്കുകയാണ്. ചരിത്രമറിയുമല്ലോ, ഫിറഔനിന്റെ ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ, പഠിക്കണം, ചരിത്രങ്ങൾ പഠിക്കണം. ആസിയ ബീബി അവിടുന്ന് കാണുകയാണ്, അല്ലാഹ് എവിടെയാണ് ആ മൂസാ നബിയെ വളർത്തിയത്, അല്ലാഹ് എവിടെയാണ്. അതാ മുസ്ലിമിന്റെ വയറ്റിൽ നിന്ന് ജനിക്കുന്ന, മുസ്ലിം പെണ്ണ് പ്രസവിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ വളർത്തിയത് എവിടെയെന്നറിയുമോ? ഫിറഔനിന്റെ മടിത്തട്ടിലിട്ട, ഫിറഔനിന്റെ മണിയറയ്ക്കകത്തിട്ട, ഫിറഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്തിട്ടിട്ട് അല്ലാഹു മൂസാ നബിയെ വളർത്തുകയാ. ഇതിനെക്കാളും എന്ത് തെളിവാ വേണ്ടത്, ഇതിനെക്കാളും എന്ത് തെളിവാ വേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീൻ, ആ ദീനിനെ നിലനിർത്താൻ അല്ലാഹുവിന് അറിയുമല്ലോ. മൂസാ നബി ആൺകുഞ്ഞുങ്ങളെ മുഴുവനും, ഫിറഔൻ ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകൊണ്ടിരിക്കുമ്പോ ഫിറഔനെതിരെ ശബ്ദിക്കേണ്ട മൂസാ നബി ഫിറഔനിന്റെ മടിയില്, ഫിറഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാ. എന്തിനു പറയണം, ഫിറഔനിന്റെ ഭാര്യയുണ്ടല്ലോ മഹ്ദി ആസിയ. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്, അല്ലാഹു പറയുകയാണ്, ലോകത്ത് കടന്നു വരുന്ന ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന പെണ്ണുങ്ങളോട് അല്ലാഹു പറയുന്നു, പെണ്ണുങ്ങളെ നിങ്ങൾ രണ്ടുപേരെ കണ്ടു പഠിക്കണേ, നിങ്ങൾ രണ്ടുപേരെ റോൾ മോഡലാക്കണേ. അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ കണ്ടുപഠിക്കണം, ആ പെണ്ണുങ്ങളെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അവരാരെന്നറിയുവോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഫിറഔനിന്റെ ഭാര്യയായ ആസിയ, ആസിയ ബീവിയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്, ആസിയ ബീവിയുടെ ജീവിതം നിങ്ങൾ പഠിച്ചു നോക്ക്. ഫിറഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹാ അവസാനം ഫിറഔനിന്റെ ഭാര്യയായിരുന്നല്ലോ. അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചു. അവസാനം ആസിയ ബീവിയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് ആസിയ ബീവിയെ കൊല്ലുമ്പോ ആ സമയത്ത് ആസിയ ബീവി അല്ലാഹുവിനോട് ചോദിക്കുന്നത് എന്തെന്നറിയുമോ? പടച്ചവരോട് ചോദിച്ചത് എന്തെന്നറിയുമോ? ബൈതം ഫിൽ ജന്ന, അല്ലാഹുവേ, അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ ഈ ആസിയായിക്ക് ഒരു വീട് തരണേ അല്ലാ. ആസിയ ബീവി എവിടെന്ന് ചോദിച്ചു എന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീനിന് വളർത്തണമെന്ന് പടച്ച റബ്ബ് തീരുമാനിച്ച ആരൊക്കെ നോക്കിയാലും തോറ്റുപോകും, ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ വിപ്ലവങ്ങൾ നടത്തിയാലും അല്ലാഹുവിന്റെ ദീനി ലോകത്ത് കൊടികുത്തി വാഴും. ഇത് ഖുർആൻ പറഞ്ഞതാ, ഇത് ഖുർആൻ പറഞ്ഞതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇതിനൊക്കെ കാരണം എന്തെന്നറിയുമോ? നമ്മൾ അല്ലാഹനെ മറന്നത് കൊണ്ടാ, അല്ലാഹുവിന്റെ കൽപ്പനകൾ പിൻപറ്റാത്തത് കൊണ്ടാ, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കാത്തത് കൊണ്ടാ, അല്ലാഹു ബഹുമാനിക്കണമെന്ന് പറഞ്ഞതിന് നമ്മൾ ബഹുമാനിക്കാത്തത് കൊണ്ടാണ്, നമ്മുടെ ജീവിതം അധപ്പതിച്ചത് കൊണ്ടാണ് പടച്ചവനെ നമ്മൾ ഇന്ന് നിന്ദരാകുന്നത്, നിസ്സാരന്മാരാകുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കേൾക്കുമ്പോൾ ഇങ്ങനെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. ആരാ? ഫിർഔൻ നാട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ മൊത്തം കൊന്നുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്തല്ലേ മൂസാ നബി വളർന്നത്. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഓൻ്റെ മടിയിൽ കിടന്നിട്ട് ഓൻ്റെ താടി പിടിച്ച് വലിച്ചിട്ടാണ് മൂസാ നബി കളിച്ചത്. അതാ നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദീനത അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചിലർക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റണില്ല, ഇറങ്ങിപ്പോകുന്ന അവരെക്കുറിച്ച് നമ്മളെന്ത് പറയാനാണ്? അള്ളാഹുവിൻ്റെ ദീൻ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, സൂറത്തുൽ അസ്ർ എന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം, നമ്മൾ അള്ളാഹുവിനെ മറക്കരുത്. നമ്മൾ നഷ്ടവാളികളായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഷ്ടത്തിൽ നിന്ന് മുക്തരാകാനുള്ള വഴിയെന്താ? നിർത്തുകയാണ്. ഒരു സൂറത്തിൻ്റെ അർത്ഥം പറഞ്ഞ് നിർത്താം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഈ നഷ്ടവാളികളായി പോകുന്നവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ എന്താ? അതാണ് ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നഷ്ടത്തിൽ നിന്ന് മുക്തരാകുവാനുള്ള 4 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു തരാം. 4 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മടുത്ത അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം വിശ്വാസം ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി വിശ്വാസമുണ്ടാകണം. അള്ളാഹുവിലൊരു വിശ്വാസമുണ്ട്. ഈമാൻ ഉറപ്പിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ ഉറപ്പിക്കണ്ടേ? ഈമാൻ ഉറപ്പിക്കേണ്ടത് എപ്പോഴാണ്? എങ്ങനെ ഈമാൻ ഉറപ്പിക്കുന്നത്? എങ്ങനെയാ നമ്മുടെ ഈമാൻ ഉറപ്പിക്കേണ്ടത്? അല്ല, സിമെൻറ്റും കമ്പിയൊക്കെ ഇട്ട് അങ്ങോട്ട് ചവിട്ടി അങ്ങോട്ടോ അല്ലേ? എങ്ങനെയാ മനുഷ്യ നമ്മുടെ ഈമാൻ ഉറപ്പിക്കേണ്ടത്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മുടെ ഈ വസ്ത്രങ്ങളൊക്കെ തുരുമ്പിച്ചു പോകുന്നത് പോലെ നമ്മുടെ ഈമാനും നൊരുമ്പിച്ചു പോകുന്ന, അതുകൊണ്ട് നിങ്ങളതിനെ ഒന്ന് പുതുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കണം. എങ്ങനെയാ പുതുക്കുക? ഈമാനിനെ എങ്ങനെയാ മനുഷ്യന്മാരെ വളർത്തുക? ഈമാനിനെ പുതുക്കുന്നത് 2 കാര്യങ്ങൾ ചെയ്തുകൊണ്ടാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് ഈമാനിനെ പുതുക്കേണ്ടത്? എങ്ങനെയാണ്? അള്ളാഹു നമുക്ക് കൂടുതലൊന്നും വേണ്ട. നമുക്ക് ഈമാൻ കുറവാ. ഒരു കടുകുമണിയുടെ അളവെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉള്ളത് കൊണ്ടാണ് നമുക്കിന്നിവിടെ വന്നിരിക്കാൻ കഴിയുന്നത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ കടുകുമണിയോളം വലുപ്പമുള്ള ഒരു കടുകുമണിയോളമെങ്കിലും, കടുകുമണി എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ളവൻ, അത് നിസ്സാരമല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമത്രേ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ളവരെ സ്വർഗത്തിൽ കടത്തിവിടാൻ അള്ളാഹുവെ നാളെ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ളവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. അപ്പോഴാ കടുകുമണിയുടെ വില അറിയുക. ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ളവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അള്ളാഹു അപ്പോഴാണ് നമുക്ക് ഈ കടുകുമണിയുടെ വിലയറിയുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള വഴി എന്തെന്നറിയുമോ? ഈമാൻ പുതുക്കാനുള്ള വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അക്സിറൂ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്.
നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയണേ, നിങ്ങൾ ഈമാനിനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിങ്ങൾ പുതുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഈ ദിക്ർ പറഞ്ഞുകൊണ്ട് വേണം ഈ തുരുമ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാ? നിസ്കരിച്ചപ്പോഴല്ല, നിസ്കാരം കഴിഞ്ഞ് 10 പ്രാവശ്യം പറയും, അതല്ലാതെ ഒരു വട്ടമെങ്കിലും പറഞ്ഞു. ഇന്ന് സുബഹിക്ക് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ 11 മണിയോടടുത്തിരിക്കുന്ന സമയം വരെ സുബഹി, ജുമുഅ, അസർ, മഗ്രിബ്, ഇശാ ഈ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം പറഞ്ഞതല്ലാതെ ഒരു വട്ടമെങ്കിലും ഞാനോ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാ പറഞ്ഞത്, പുതുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അതല്ല ട്ടാ. അള്ളാഹു കാക്കട്ടെ, ആമീൻ പറ, അല്ലാഹു കാക്കട്ടെ. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, എന്താ ലാ ഇലാഹ ഇല്ലല്ലാ, എന്താ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാ, വല്ലാത്ത എന്ത് ആരാധനയ്ക്കർഹൻ, വല്ലാത്തൊരു ഗുണം നമ്മൾ മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ വല്ലാത്തതിൻ്റെ അർത്ഥം മനസ്സിലിരുത്തിയിട്ടങ്ങോട്ട് പറയണം. അതുകൊണ്ടാണ് ചില ആൾക്കാരത് പറയുമ്പോൾ തസ്ബീഹ് എടുത്തുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കിയവർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, വലിയകൾ, അവരിങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് കട്ടിയായ വല്ലാത്ത ഒരു ശബ്ദത്തിൽ ഇങ്ങനെ പറയുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല. നമ്മളിങ്ങനെ ആയി നോക്കി ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അലൈഹി സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാ ഇങ്ങനെ, അതല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ സത്യമല്ലേ? കയ്യിൽ തസ്ബീഹ് ഇരിപ്പുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നുണ്ട്, അതിനിടയിൽ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തർത്ഥം നമ്മൾ നോക്കണമെന്ന്? വലിയ തസ്ബീഹ കൈ തൂക്കിയിട്ടിരിക്കുന്ന ചിലർ കൈക്കകത്ത് തസ്ബീഹ് ഇങ്ങനെ കെട്ടിയിട്ടാണ് നടക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എവിടെയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചിരിക്കുക തസ്ബീഹ്. ചിലരിങ്ങനെ അടിക്കണ മെഷീനുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ കളിയാക്കിയതല്ല, പറയുന്നവരെ നിസ്സാരമാക്കിയതല്ല. ഇത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പറ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എങ്ങനെയാണ് ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള വഴി എന്താണ്? നമ്മുടെ ഈമാൻ ഉറപ്പിക്കാനുള്ള വഴി എന്താ? ഉറപ്പിക്കണം സഹോദരാ, നല്ല ഉറപ്പുണ്ടാകണം. എങ്കിലേ ഇനിയുള്ള കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഈമാൻ ഉറച്ചാലല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഈമാൻ ബലഹീനതയുള്ളതാണ്. നമ്മൾ ബലഹീനന്മാരാണ്. ചിലപ്പോൾ നമ്മൾ പതറിപ്പോകാം, ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകാം. അതുകൊണ്ട് പടച്ചവരെ, ഈമാന് പുതുക്കാനുള്ള, ഈമാന് വർദ്ധിപ്പിക്കുവാനുള്ള, ഈമാൻ ഉറപ്പിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? പറഞ്ഞോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതുകൊണ്ട് നിന്റെ നാവ് നനയട്ടെ, ഇതുകൊണ്ട് നിന്റെ നാവ് നനയട്ടെ. ഇതധികമായി പറഞ്ഞ നാവിനെ വഴക്കി വെച്ചോ, എങ്കിലേ മലക്കുൽ മൗത്ത് അസ്റായീൽ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന സമയത്ത് പറയണമല്ലോ, ഓർമ്മ വേണമല്ലോ, പറയാ കഴിയണമല്ലോ. ശപിക്കപ്പെട്ട ഇബ്ലീസ് വന്നിട്ട് ഈമാൻ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോ, മോഹവാഗ്ദാനങ്ങൾ നൽകിയിട്ട് നമ്മളെ പിഴപ്പിക്കാൻ നോക്കുമ്പോ അവനോട് പറയണം, പോടാ ശപിക്കപ്പെട്ടവന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കേട്ട് നിൽക്കുന്നവരുടെ കണ്ണ് നിറയണം. സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോടെ മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ മയ്യത്തിന്റെ ചാരത്ത്, മരിക്കാൻ കിടക്കുന്നവരുടെ ചാരത്ത് നിൽക്കുന്നവരെ കൊതിച്ചു പോകണം. അല്ലാഹുവേ, മരിച്ചു കഴിയുമ്പോഴും പറയണം സഹോദരാ. പല മക്കളും പറയുമല്ലോ, ചില ഉമ്മമാര് ചിലര് പറയുമല്ലോ, ഉസ്താദ് എന്റെ വാപ്പ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയുന്നത് ഞാൻ കേട്ട് ഉസ്താദ്. എന്തൊരു മരണമാ സഹോദരാ, എന്തൊരു മരണമാ സഹോദരാ. അതുകൊണ്ട് പറഞ്ഞു 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 പഠിച്ചോ. ഈമാൻ വർദ്ധിക്കുവാനുള്ള, വിശ്വാസം ഉറപ്പിക്കുവാനുള്ള ഒന്നാമത്തെ വഴി എന്ത്? അക്സിറൂ
ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിച്ചോ. നിങ്ങൾ ലാ ഇലാഹ ഇല്ല നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈമാൻ വർദ്ധിക്കുവാനുള്ള, ഈമാൻ ഉറയ്ക്കുവാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? പൈസ ചെലവില്ലാത്ത വഴിയാ, കഷ്ടപ്പാടില്ലാത്ത വഴിയാ. ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യുമല്ലോ. അല്ലാഹുവേ, ആഫിയത്തുള്ള ആരോഗ്യം തരണേ അല്ലാ, സമ്പത്ത് തരണേ അല്ലാ, രോഗം മാറ്റണേ അല്ലാ, കടം മാറ്റണേ അല്ലാ, ബിസിനസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, നല്ല മരണം തരണേ അല്ലാ, മക്കളെ നന്നാക്കണേ അല്ലാ. ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഞാനും നിങ്ങളും അല്ലാഹുവിനോട് എണ്ണി എണ്ണി പറയുമല്ലോ. റബ്ബിനോട് പറയുന്ന, പടച്ചവനെ സമ്പത്ത് തരണേ തമ്പുരാന്, കടങ്ങൾ വീട്ടണേ തമ്പുരാന്, കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാന്, ആരോഗ്യം തരണേ തമ്പുരാന്, രോഗം മാറ്റണേ തമ്പുരാന്, മക്കളെ നന്നാക്കണേ തമ്പുരാന്, മക്കളെ തരണേ തമ്പുരാന്. എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. എങ്കിലൊന്നുകൂടി ഇതൊക്കെ പറയുന്നതിന്റെ ഇടയില് നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് മുഴുവനും ഈ ലോകത്തിന്റെ അധിപനായ ഏകദൈവമായ അല്ലാഹുവിന്റെ മുന്നിലേക്ക് നീ പറയുമ്പോ ഒന്നുകൂടെ പറയാ മറക്കല്ലേ. എന്തേ പറയേണ്ടത്? അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ ഈമാൻ നീ ഉറപ്പിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ, എന്റെ ഈമാൻ നീ ഉറപ്പിച്ച് തരണേ അല്ലാ എന്ന് നീ ദുആ ചെയ്യണേ. ഈമാൻ വർദ്ധിക്കുവാനുള്ള, ഈമാൻ ഉറയ്ക്കുവാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? പണം മാത്രം ചോദിച്ചാ പോരാ, ആരോഗ്യം മാത്രം ചോദിച്ചാ പോരാ, കുടുംബത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാ പോരാ. അല്ലാഹുവിനോട് പറയണം, നാഥാ എന്റെ ഈമാൻ നീ ഉറപ്പിച്ച് തരണേ അല്ലാ, എന്റെ ഈമാനിൽ ബർക്കത്ത് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നഷ്ടതാടികളിൽ നിന്ന് ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്നവർ ഖസ്റത്ത് ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകാതെ പടച്ച റബ്ബേ രക്ഷപ്പെടണോ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? സഹോദരാ, സഹോദരാ, നീ സത്യവിശ്വാസിയാകണം, നിന്റെ വിശ്വാസം ഉറപ്പിക്കണം. രണ്ട്, വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? സൽക്കർമ്മങ്ങൾ ചെയ്യണേ, നന്മകൾ ചെയ്യണേ. എന്ത് നല്ല കാര്യം ചെയ്യാനും അവസരം കിട്ടുമ്പോ തിരുതി കാണിക്കടോ. വസ്സാബിഖൂന ബിൽ ഖൈറാത്ത്, നന്മകളിൽ മത്സരിക്ക്, നന്മകളിൽ മത്സരിക്ക്. സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്ക്, നന്മകൾ അധികരിപ്പിക്ക്. പടച്ചവനെ, നന്മ ചെയ്യാൻ കിട്ടുന്ന സമയങ്ങൾ പാഴാക്കരുത്. മത്സരമായിരിക്കണം.
സ്ഥാനാർത്ഥിയായിരിക്കണം, പണമുണ്ടാക്കാനല്ല, പിടിച്ചു പറിക്കാനല്ല, പെട്ടെന്ന് പണക്കാരനാകാനല്ല. മോനെ, എന്ത് നന്മകൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാകട്ടെ. അതിനാണ് നീ ധൃതി കാണിക്കേണ്ടത്, അതിനാണ് നീ മത്സരിക്കേണ്ടത്. അത് നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴിയാ. സ്വർഗത്തിന്റെ അവകാശിയാകാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ, സ്വഹാബത്തിന്റെ കൂടെ, അല്ലാഹ് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസ്, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ നടുവിലൂടെ നിന്റെ മാതാപിതാക്കളോടൊപ്പം, നിന്റെ ഭാര്യ സന്താനങ്ങളോടൊപ്പം അല്ലാഹുവിന്റെ പ്രവാചകൻ ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ. അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വരെ തുടങ്ങുന്ന പ്രമുഖരായ സ്വഹാബികളുണ്ടല്ലോ, സുഹദാക്കളുണ്ടല്ലോ. സയ്യിദ് ശുഹദായി ഹംസ റളിയല്ലാഹു തആല അൻഹു തുടങ്ങുന്ന സ്വഹാബാക്കൾ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ആരാമങ്ങളിലൂടെ നിനക്കുല്ലസിച്ച് നടക്കാ മോഹമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഒരിക്കലും വഴിപിടച്ചവരുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകരുത്, നഷ്ടപാടികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? ഒരു സുബ്ഹാനല്ലാഹയാകട്ടെ, ഒരു അസ്തഗ്ഫിറുല്ലാഹയാകട്ടെ, ഒരു രൂപ സദഖ കൊടുക്കുന്ന കാര്യമാകട്ടെ, ഖുർആനിലെ ഒരു ചെറിയ സൂറത്തോതുന്ന കാര്യമാകട്ടെ, സൽക്കർമ്മങ്ങൾ കൂട്ടിവെച്ചോ. വലതുഭാഗത്തിരിക്കുന്ന മലക്കിന്റെ കയ്യിലിരിക്കുന്ന കിതാബ് നിറയ്ക്കാൻ നോക്ക്, നന്മകൾ കൊണ്ട് നിറയ്ക്കാൻ നോക്ക്. എങ്കിലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ വഴി എന്ത്? നന്മകൾ അധികരിപ്പിക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ഭാഗത്തിരിക്കുന്ന കിതാബ് തീർന്നു, ഇനി ഈ ഇരിക്കുന്ന കിതാബ് നിറയ്ക്കാൻ നോക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇവിടുത്തെ കിതാബ് എത്ര ബുക്കായി? ഇടതുഭാഗത്തിരിക്കുന്ന മലക്ക് എഴുതി 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 ഇങ്ങനെ ഡിക്ഷണറി പോലെ തൂക്കി വെച്ചിട്ടുണ്ട് കിതാബുകൾ. ഇവിടെ ഇരിക്കണ ഒന്നാമത്തെ ബുക്ക് പകുതിയായിട്ടേ ഉള്ളൂ. അല്ലാഹു പൂർത്തീകരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതാ പറഞ്ഞതിനർത്ഥം. ഇവിടെ ഇരിക്കുന്ന മലക്കിന് വല്ല ജോലിയും കൊടുക്ക്. അല്ലാഹു ആ മലക്ക് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക, എപ്പോഴും റെസ്റ്റില്ല. അല്ലാഹു ആ മലക്കിന് ജോലി കൊടുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. വല്ല ജോലിയും കൊടുക്കണ്ടേ? അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. 3, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം തമ്മിൽ സത്യം ഉപദേശിക്കുക. രക്ഷപ്പെടാനുള്ള മൂന്നാമത്തെ വഴി പരസ്പരം സത്യം ഉപദേശിച്ചു കൊടുക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെയാണ് നമ്മൾ പോയത്. മൂന്നാമതായിട്ട് പറയുന്ന നന്മ ഉപദേശിച്ചു കൊടുക്കുക. പരസ്പരം സത്യമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്താണ് ദീൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഖുർആൻ, എന്താണ് ഹദീസ്, എന്താണ് ബിദ്അത്ത്, എന്താണ് നന്മ ഉപദേശിച്ചു കൊടുക്ക്. നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.